നമ്മൾ ഉരുളക്കിഴങ്ങ് ഉപ്പേരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കട്ട് ചെയ്യുന്ന സൈസാണ് നമ്മൾ കാണിക്കുന്നത് കേട്ടോ. ഇതാണ് നമ്മളെ സൈസ്. കട്ടി കുറയാനും പാടില്ല, കൂടാനും പാടില്ല. അപ്പം എന്താണെന്ന് വെച്ചാൽ ഉടഞ്ഞു പോകില്ല. ഓക്കെ, ഇത് കണ്ടില്ല, ഇതാണ് നമ്മളെ സൈസ്. അപ്പോൾ നമ്മുടെ പൊട്ടറ്റോ ഉപ്പേരി, അതായത് ഉരുളക്കിഴങ്ങ് ഉപ്പേരി ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ചട്ടി വെച്ച് വെളിച്ചെണ്ണ വേണിട്ട് നമുക്ക് ഇതിലേക്ക് ഒഴിക്കാനായിട്ട്. നമ്മൾ വെളിച്ചെണ്ണയിൽ കുക്ക് ചെയ്താൽ ഒന്നും കൂടി എന്ത് ഉണ്ടാവും, നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും അതിന്. വെളിച്ചെണ്ണയിലാണ് നമ്മളിത് കുക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇതിലേക്ക് ആദ്യമായിട്ട് ആഡ് ചെയ്യുന്നത് ചെറിയ ജീരകമാണ് കേട്ടോ. ചെറിയ ജീരകം കുറച്ചിട്ട് കൊടുക്കുക. ഇനി നമ്മളിതിലേക്ക് ആഡ് ചെയ്യാൻ പോണത് ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയുള്ളി ഇട്ടാ. ഇത് 3 ചതച്ചതാണ്. അത് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്തേക്കാം. അപ്പോൾ ഇനി ഇതിൽ നമുക്ക് ഡയറക്റ്റ് എന്ത് ചെയ്യാണ്, നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങ് പൊട്ടറ്റോ നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. നന്നായിട്ട് ഈ എണ്ണയിൽ ഒന്ന് മൊത്തമായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നല്ല നമ്മുടെ വീട്ടിലുള്ള കുട്ടികൾക്കൊക്കെ ഉണ്ടല്ലോ, നമ്മൾ സ്കൂളിലേക്ക് കൊണ്ടുപോകാൻ പറ്റിയ നല്ലൊരു ഐറ്റംസാണ്. ചെയ്യാത്തവരുണ്ടെങ്കിൽ ആൾക്കാരൊക്കെ ചെയ്തിട്ടുണ്ടാവും. എൻ്റെ വീട്ടിലൊക്കെ ഇത് ഒരു സ്ഥിരം വിഭവമാണ്. ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് കൊടുക്കുക. റെസിപ്പി നന്നായിട്ട് കാണുക, എല്ലാവരും ചെയ്യുക, അതേപോലെ തന്നെ ഉണ്ടാക്കുക. അപ്പം നമ്മുടെ ഉരുളക്കിഴങ്ങ് ഇവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ, ഉടയാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യുക, അതിലേക്കുള്ള മസാലക്കൂട്ടുകൾ ചേർക്കാം. ആദ്യമായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് വേപ്പിലിടാണ്. അപ്പോൾ ഇനി ഇത് നമുക്ക് ആവശ്യമായിട്ടുള്ള മസാലകൾ: ചിക്കൻ മസാല 1/2 ടേബിൾ സ്പൂണ്, മുളക് പൊടി 1/2 ടേബിൾ സ്പൂണ്, ഉപ്പ്. നമ്മൾ ഉപ്പ് ഇതിൽ ആദ്യം ഇട്ടിട്ടില്ല കേട്ടോ. അപ്പോൾ ഒരു ലേശം എന്ത് ചെയ്യാം, മല്ലിപ്പൊടി, പിന്നെ ഒരു ലേശം എന്ത് ചെയ്യാം, ഗരം മസാല ഇട്ടാ. ഇത് മൊത്തം എന്ത് ചെയ്യുക, അതിലിട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മുടെ പൊട്ടറ്റോ ഉപ്പേരി ഇട്ടാ എന്ത് ചെയ്യുക,